Hello guys, welcome back to Shini's kitchen. അപ്പോൾ എന്തുണ്ടെന്നിരിക്കുന്ന റെസിപ്പി പിസ്സ പഫ്സിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പാകത്തിലുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ പഫ്സിൻ്റെ പേസ്ട്രി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടെല്ലാം സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് ഞാൻ പിന്നെ കുരുമുളക് പൊടി ഇപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടാണ് ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു സവോളയാണ്, അതൊന്ന് ചോപ്പ് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്ന് വേണ്ടു എന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടൊമാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ നെക്സ്റ്റ് ചേർക്കുന്നത് സ്പ്രിംഗ് ഒനിയൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് പിസ്സ സോസ് ആണ്. അപ്പം ഞാനിതൊരു 2 ടേബിൾ സ്പൂൺ ആണ് പിസ്സ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലാകെ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, വേറെ മസാലാസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാനിടന്ന് വെക്കാം. തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ ചീസാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് ഇട്ടിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയർ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഈക്വലായിട്ട് ഇങ്ങനെ 3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പം ഞാൻ അങ്ങനെ ഒട്ടിക്കുന്നില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നേരെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗം ഒട്ടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പം അതിൻ്റെ സൈഡിലൊന്നും പോവാത്ത രീതിയിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാക്കണം. അതിനുശേഷം നമുക്കിത് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പിസ്സ പഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടുന്ന പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.